സുപ്രഭാതം. ഒരു ചെറിയ ദൃശ്യം പറഞ്ഞു തുടങ്ങാം. ഒരു വിവാഹ വീട്ടിലെ അവസാന രാത്രിയാണ്. 3 ദിവസമായി വീട്ടിൽ ആളുകളുടെ തിരക്കായിരുന്നു. ചിരി, ഫോട്ടോ, പാട്ട്, ബന്ധുക്കളുടെ ശബ്ദം, കുട്ടികളുടെ ഓട്ടം. വധുവിനെയും വരനെയും ചുറ്റി എല്ലാവരും. പക്ഷെ 3-ാം ദിവസം രാത്രി കസേരകൾ ഒരു മൂലയിലേക്ക് അടുക്കി വച്ചിരിക്കുന്നു. സ്റ്റേജിലെ പൂക്കൾ അല്പം വാടിയിരിക്കുന്നു. മൈക്ക് ഓഫ് ചെയ്തിരിക്കുന്നു. വീട്ടിലെ ഒരു അമ്മ അടുക്കളയിൽ ഒറ്റയ്ക്ക് പാത്രങ്ങൾ കഴുകുകയാണ്. അപ്പോഴാണ് പലരും ആദ്യമായി ആഴത്തിൽ ശ്വസിക്കുന്നത്. ആവൂ, തിരക്കെല്ലാം കഴിഞ്ഞു. ആ വാക്കിൽ ഒരു സന്തോഷമുണ്ട്, പക്ഷെ അതിൽ ഒരു വിചിത്രമായ ശൂന്യതയും ഉണ്ട്. ജീവിതത്തിലെ വലിയ വിജയങ്ങൾ പലപ്പോഴും ഇതുപോലെയാണ്. നാം വർഷങ്ങളോളം ഒരു ലക്ഷ്യത്തിനായി ഓടുന്നു. പരീക്ഷ, പ്രമോഷൻ, ബിസിനസ്, വീട്, അവാർഡ്, ഒരു വലിയ കേസ് ജയിക്കൽ, ഒരു സ്വപ്നം നേടൽ. ആ നിമിഷം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഫോൺ മുഴങ്ങുന്നു, സന്ദേശങ്ങൾ വരുന്നു, അഭിനന്ദനങ്ങൾ, ആശംസകൾ, കലക്കി, പൊളിച്ചു, അങ്ങനെ പലതും. ആ ദിവസം നമ്മൾ ആകാശത്താണ്. പക്ഷേ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ആഘോഷം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോയ ശേഷം മുറിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വിജയത്തിന് എന്ത് രുചിയാണ്? എനിക്കത് മനസ്സിലായത് ഒരു സുഹൃത്തിലൂടെയാണ്. അവൻ വർഷങ്ങളോളം ഒരു സർക്കാർ പരീക്ഷയ്ക്ക് തയ്യാറായി. രാവിലെ 5 മണി മുതൽ രാത്രി 11 വരെ പഠനം. വിവാഹങ്ങൾ ഒഴിവാക്കി, യാത്രകൾ ഒഴിവാക്കി. പലരും അവനെ ഓവർ സീരിയസ് എന്ന് വിളിച്ചു. അവസാനം ഫലം വന്നു. അവൻ വിജയിച്ചു. അന്ന് അവൻ്റെ വീട്ടിൽ പടക്കം പൊട്ടിച്ചു. നാട്ടുകാർ വന്നു. മാലകൾ, ഫോട്ടോകൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ. പക്ഷെ അടുത്ത ദിവസം രാവിലെ അവൻ എന്നെ വിളിച്ചു. ഞാൻ കരുതിയത് അവൻ ആവേശത്തിലായിരിക്കും എന്നാണ്. പക്ഷെ അവൻ പറഞ്ഞത് ഇതായിരുന്നു: ഇന്നലെ വരെ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ആദ്യമായി ഒരു ചോദ്യം തോന്നി: ഇനി എന്ത്? ആ വാക്ക് എന്നെ നിശബ്ദനാക്കി. കാരണം നമ്മളിൽ പലരും വിജയത്തെ ഒരു നിമിഷമായി കാണുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ വിജയം ഒരു നിമിഷത്തിന് ശേഷം തുടങ്ങുന്ന ജീവിതമാണ്. ആഘോഷം വളരെ ചെറുതാണ്. ജീവിതം അതിനുശേഷമുള്ള ദൈർഘ്യമാണ്. ഒരു കായിക താരം സ്വർണം നേടുന്നു. രാജ്യത്ത് ആഘോഷം. പക്ഷെ 1 മാസം കഴിഞ്ഞ് അവൻ വീണ്ടും പരിശീലന മൈതാനത്ത് തന്നെ. ഒരു നടൻ അവാർഡ് നേടുന്നു. പക്ഷെ അടുത്ത സിനിമയുടെ ഭയം തുടങ്ങുന്നു. ഒരു വ്യവസായി വലിയ നേട്ടം കൈവരിക്കുന്നു. പക്ഷെ അടുത്ത ദിവസം ജീവനക്കാരുടെ ശമ്പളം, വിപണി, ഉത്തരവാദിത്വം എല്ലാം വീണ്ടും മുന്നിൽ. അതുകൊണ്ടാണ് ചിലർ വിജയത്തിന് ശേഷവും അസ്വസ്ഥരാകുന്നത്. അവർ കരുതിയത്, ഞാനിത് നേടിയാൽ ഞാൻ പൂർണ്ണമായും സന്തോഷവാനാകും. പക്ഷെ ജീവിതം പറയുന്നു, നേട്ടം ഒരു വികാരത്തെ കുറച്ച് സമയത്തേക്ക് ഉയർത്തും. അർത്ഥവത്തായ ജീവിതമാണ് ദീർഘകാല സമാധാനം നൽകുന്നത്. CA-കാരനായ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഞാൻ 20-ാം വയസ്സിൽ CA പഠനം ആരംഭിച്ചു. ഹോസ്റ്റൽ ജീവിതം, 3 വർഷത്തെ കഠിനമായ പരിശീലനം, കൂട്ടത്തിൽ പഠനം, പരീക്ഷകൾ, പരാജയം, അനിശ്ചിതത്വം. ഞാൻ പഠിച്ച ഓരോ ദിവസവും ഒരു പോരാട്ടമായിരുന്നു. ഫലം വന്ന ദിവസം ഞാൻ വിജയിച്ചു. ആ നിമിഷം അതിശയകരമായിരുന്നു. പോരാട്ടത്തിനൊടുവിൽ ഒരു മഹാവിജയം. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സിലാക്കി, CA എന്ന അക്ഷരങ്ങൾ എൻ്റെ പേരിന് പിന്നിൽ വന്നെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ജോലി അപ്പോൾ മാത്രമാണ് തുടങ്ങിയത്. വാടക, ജോലിക്കാരുടെ ശമ്പളം, തുച്ഛമായ വരുമാനം, ക്ലയൻറ്റുകളുടെ വിശ്വാസം നേടണം, നീതിപൂർവം പ്രവർത്തിക്കണം. ഓരോ ദിവസവും സ്വയം വീണ്ടും വീണ്ടും തെളിയിക്കണം. ഇത് കേട്ടപ്പോൾ ഞാനൊരു വലിയ സത്യം മനസ്സിലാക്കി. വിജയം ഒരു കൊടുമുടിയല്ല, അത് പുതിയ ഉത്തരവാദിത്വത്തിൻ്റെ പ്രവേശന കവാടമാണ്. ഇവിടെ ഒരു അപകടവുമുണ്ട്. ചിലർ ആഘോഷത്തെ തന്നെ ജീവിതമാക്കുന്നു. അവർ പഴയ നേട്ടങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു. അന്ന് എൻ്റെ കാലത്ത് ഞാൻ നേടിയപ്പോൾ. പക്ഷെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഇന്നലെയുടെ മെഡൽ ഇന്നത്തെ പരിശീലനം ഒഴിവാക്കാൻ അനുവദിക്കുന്നില്ല. യഥാർത്ഥ വിജയികൾ എന്താണ് ചെയ്യുന്നത്? അവർ ആഘോഷിക്കുന്നു,
പക്ഷെ അവിടെ താമസിക്കില്ല. അവർ നന്ദിയോടെ മുന്നോട്ട് പോകുന്നു. ഒരു ചെറിയ ഉദാഹരണം. ഒരു കർഷകൻ മികച്ച വിളവെടുത്തു. ഗ്രാമം അവനെ അഭിനന്ദിച്ചു. പക്ഷെ അടുത്ത ദിവസം രാവിലെ അവൻ വീണ്ടും വയലിലുണ്ടായിരുന്നു. എന്തുകൊണ്ട്? കാരണം അവനറിയാം, ഒരു നല്ല സീസൺ ഒരു നല്ല കർഷകനെ ഉറപ്പാക്കില്ല. തുടർച്ചയായ കൃഷിയാണ് ഉറപ്പാക്കുന്നത്. ജീവിതവും അതുപോലെ തന്നെ. ഒരു വിജയം നിങ്ങളുടെ മൂല്യം തെളിയിക്കാം, പക്ഷെ നിങ്ങളുടെ സ്വഭാവം തെളിയിക്കുന്നത് അതിന് ശേഷമുള്ള ദിവസങ്ങളാണ്. ആഘോഷം കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു? അതാണ് യഥാർത്ഥ പരീക്ഷ. നിങ്ങൾ വിനയത്തോടെ തുടരുന്നുണ്ടോ? മറ്റുള്ളവരെ ഉയർത്തുന്നുണ്ടോ? പഠനം തുടരുന്നുണ്ടോ? നന്ദി പറയുന്നുണ്ടോ? പുതിയ ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നുണ്ടോ? അല്ലെങ്കിൽ പഴയ കയ്യടിയിൽ ജീവിക്കുകയാണോ? ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. ഞാൻ നേടിയതിൽ നന്ദിയുണ്ട്. ഇനി ഞാൻ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ജീവിക്കും. അതാണ് ആഘോഷത്തിന് ശേഷമുള്ള പക്വമായ വിജയം. ഇന്ന് രാവിലെ ഈ ചിന്തയോടെ നമുക്ക് മുന്നോട്ട് പോകാം. നാം വിജയത്തെ മാത്രം പിന്തുടരേണ്ടതില്ല. വിജയത്തിന് ശേഷം ജീവിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാകണം. കാരണം കയ്യടി നിൽക്കും, ലൈറ്റുകൾ ഓഫാവും, ഫോട്ടോകൾ പഴയതാകും. പക്ഷെ ഒരു ചോദ്യം മാത്രം ബാക്കി നിൽക്കും. ആഘോഷം കഴിഞ്ഞ ശേഷവും ഞാൻ ഉള്ളിൽ സമാധാനത്തോടെ ഉണ്ടോ? നന്ദി. നിങ്ങളുടെ ഇന്നത്തെ ദിവസം നേട്ടങ്ങൾക്കപ്പുറം അർത്ഥവത്താവട്ടെ.